So hello all and welcome to Skills by Civilians. So നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ വൺ ഓഫ് ദ ഹോട്ട് ടോപ്പിക്സ് ആയി നിൽക്കുന്ന BIM എന്ന് പറഞ്ഞൊരു ടൂളിനെ പറ്റിയിട്ടാണ്, ബിൽഡിംഗ് ഇൻഫോർമേഷൻ മോഡലിംഗ്. അതായത് നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ടൈമിലും അല്ലെങ്കിൽ ഓരോ ഡെക്കേഡ്സ് പാസ്സാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം കഴിയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പുതിയൊരു ഇന്നോവേഷൻ എന്താകുന്നുണ്ട്, ക്രിയേറ്റ് ആവുന്നുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട്. അത് ഒന്നുകിൽ എന്തെങ്കിലും മെറ്റീരിയലിൻ്റെ കാര്യത്തിലായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾസിൻ്റെ കാര്യത്തിലായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രോസസ്സിൻ്റെ കാര്യത്തിലായിരിക്കാം. സോ അങ്ങനെ ഇപ്പോൾ ഒരു കറണ്ട് ജനറേഷനിൽ ഏറ്റവും അപ്പ് ആൻഡ് കമ്മിങ് ആയി നിൽക്കുന്ന ഒരു മോഡേൺ ടൂളാണ് നമുക്ക് BIM എന്ന് പറയുന്നത്, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇതെന്താണെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇന്നത്തെ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ പലർക്കും, അപ്പോൾ ചിലർക്ക് ഇത് കാണുന്നവർക്ക് BIM എന്താണെന്നുള്ള ഒരു ഐഡിയ കാണും, അല്ലെങ്കിൽ ഈ ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചിലർക്ക് ഇത് എൻ്റയർലി ഒരു പുതിയൊരു ടോപ്പിക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ സെഷൻ്റെ ഒരു ഉദ്ദേശം. അതായത് ഇതെന്താണ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ഇതിൻ്റെ യൂസസ് എന്താണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലോട്ട് എന്ത് ചെയ്യുക, ഒന്ന് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഇന്നത്തെ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ അതിന് നമുക്ക് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. BIM എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ AEC ഇൻഡസ്ട്രി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന ഇൻഡസ്ട്രീസിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ കറണ്ട്ലി ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുകയാണ്, ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ എന്താവുന്നുണ്ട്, ഡിജിറ്റലൈസ്ഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡിജിറ്റൽ സോഫ്റ്റ്വെയർസിൻ്റെ യൂസ് അധികമായിട്ട് ഇപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയിലോട്ട് വരുന്നുണ്ട്. സോ അതിനെ ഡ്രൈവ് ചെയ്തൊരു റെവല്യൂഷണറി പ്രോസസ്സാണ് ഈ BIM എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ മിക്ക കമ്പനീസും BIM ഓറിയൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ ഒരു ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു ഡിജിറ്റൽ റെപ്ലിക്ക ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡിജിറ്റലി ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡോക്യുമെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് BIM എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഈ ഒരു ടേം ഫസ്റ്റായിട്ട് കോയിൻ ചെയ്ത്, അല്ലെങ്കിൽ ഫസ്റ്റായിട്ട് ഇതൊരു എഫക്റ്റിൽ വന്നത് ഏർലി 2000s. അതായത് അതിനു മുന്നേ നമുക്ക് ഡിജിറ്റലി ട്രാൻസ്ഫോർമേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മീഡിയാസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതല്ല. നമുക്കറിയാം AutoCAD പോലുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ ഫസ്റ്റ് ലോഞ്ച് ആവുന്നത് 1980s. പക്ഷേ അവിടെ നിന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഓരോ ടൈമിനും അതിൻ്റേതായിട്ടുള്ള എന്തുണ്ട്, ഒരു ഇന്നോവേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ ടൈമിനനുസരിച്ചിട്ട് നമ്മുടെ റിക്വയർമെൻറ്റ്സ് മാറുന്നുണ്ട്. അങ്ങനെ മോഡിഫൈ ആയി ഏർലി 2000s ആയപ്പോഴത്തേക്കും ഒബ്ജക്റ്റ് ബേസ്ഡ് മോഡലിംഗ് എന്നുള്ള രീതിയിൽ BIM-ൻ്റെ ഇനിഷ്യൽ സ്റ്റേജസ് എന്തായി, ഡെവലപ്പായി. പിന്നെ പലരോടും നമ്മൾ സംസാരിക്കുമ്പോൾ, അത് കോളേജ് സ്റ്റുഡൻസ് ആയാലും വർക്കിംഗ് പ്രൊഫഷണൽസ് ആയാലും, നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ അവർ നമ്മോട് കൂടുതലും പറയുന്നത്, ഇപ്പോൾ BIM-നെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് അതൊരു 3D മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇതല്ലേ, അല്ലെങ്കിൽ അതൊരു സോഫ്റ്റ്വെയർ അല്ലേ, അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അവരുടെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. അതായത് പലർക്കും BIM എന്ന് പറഞ്ഞാൽ 3D മോഡൽ പ്രിപ്പറേഷൻ ആണ്, അതല്ലെങ്കിൽ പലർക്കും BIM എന്ന് പറഞ്ഞാൽ Revit പോലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്നുള്ള ഐഡിയയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, BIM എന്ന് പറഞ്ഞാൽ 3D മോഡലിംഗ് അല്ല. 3D മോഡൽ BIM-ൻ്റെ ഒരു പാർട്ടാണ്. അതായത് BIM എന്ന് പറഞ്ഞ പ്രോസസ്സിനകത്ത് 3D മോഡലിന് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ എൻറ്റയർലി BIM-നെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല, 3D മോഡലിംഗ് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്ത് വേറെ കുറേ പ്രോസസ്സും കൂടി ഉണ്ട്, അല്ലെങ്കിൽ വേറെ കുറേ ആട്രിബ്യൂട്ട്സും കൂടി ഈ ഒരു പ്രോസസ്സിനകത്ത് വരുന്നുണ്ട്. പിന്നെ BIM എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഡിജിറ്റൽ പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു ടെക്നീക്കാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനകത്ത് നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയറിൻ്റെ യൂസ് എടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പലരും സോഫ്റ്റ്വെയർസ് ഫെമിലിയർ ആയിരിക്കും നിങ്ങൾക്ക് പലർക്കും. AutoCAD, Revit, 3ds Max പോലുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, BIM-നകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ BIM എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരു ടെക്നീക്കാണ് വിച്ച് മേക്ക് യൂസ് ഓഫ് എ ലോട്ട് ഓഫ് സോഫ്റ്റ്വെയർസ്. അതിനകത്ത് ഒരുപാട് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ആദ്യം നമുക്ക് ഇത്രേ പറയാനുള്ളൂ. BIM എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇപ്പോൾ അപ്പ് ആൻഡ് കമ്മിങ് ആയി നിൽക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് നാൾ കൊണ്ട് ഫ്ലറിഷ് ആയി നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ AEC ഇൻഡസ്ട്രിയിൽ ഇത് ഇൻ ഡിമാൻഡ് ആയിട്ട് തന്നെ ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെന്തുവാ, നമുക്ക് BIM ആദ്യം ഇൻട്രൊഡ്യൂസ് ആയത്, അല്ലെങ്കിൽ ആ BIM എന്ന് പറഞ്ഞ ടേം ആദ്യം ഇൻട്രൊഡ്യൂസ് ആവുന്നത് ഏർലി 2000s. പിന്നെ അതുപോലെ BIM എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 3D മോഡൽ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ 3D മോഡലിൻ്റെ മേക്കിങ്ങോ മാത്രമല്ല, അതിനകത്ത് വേറെ കുറേ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ആസ്പെക്ട്സും കൂടി നമുക്ക് ഉണ്ട്. അതുപോലെ BIM എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ സോഫ്റ്റ്വെയർ അല്ല. BIM എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ പ്രോസസ്സ് അല്ലെങ്കിൽ ടെക്നീക്കാണ്. അതിനകത്ത് എന്ത് വരുന്നുണ്ട്, ഒരുപാട് സോഫ്റ്റ്വെയർസിൻ്റെ യൂസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത് നമുക്ക് അതിൻ്റെ ഒരു പ്രോപ്പർ ഡെഫിനിഷനിലോട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിജിറ്റൽ പ്രോസസ്സാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്,
ഒരു ബിൽഡ് അസറ്റിൻ്റെ ഇൻഫോർമേഷനെ ക്രിയേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലോട്ട് നമുക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. സോ നമുക്കറിയായിരിക്കും ഒരു പ്രൊജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഓക്കെ, അല്ലെങ്കിൽ നമ്മളൊരു ബിൽഡിംഗ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള റെസിഡൻഷ്യൽ ആവട്ടെ കൊമേഴ്ഷ്യൽ ആവട്ടെ, അങ്ങനെ എന്ത് തരത്തിലുള്ള ഒരു ബിൽഡ് അസറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്താലും അതിനകത്ത് ഒരു നമ്പർ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് കാണും. കോൺട്രാക്ടേഴ്സ് കാണാം, ആർക്കിടെക്ട്സ് കാണാം, എഞ്ചിനീയേഴ്സ് കാണാം, ഈവൻ ക്ലയൻസ്, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ത് കാണും, ഒരു പ്രൊജക്റ്റിനകത്ത് കാണും. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അക്രോസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ബിൽഡിങ്ങിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു അസറ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്രോപ്പറായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം. അതുപോലെ അതിന് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഇൻഫോർമേഷൻസ് എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനുമുള്ള ഫെസിലിറ്റീസ് നമുക്ക് വേണം. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ BIM എന്ന് പറയുന്നത്. BIM എന്ന് പറഞ്ഞാൽ എ ഡിജിറ്റൽ പ്രോസസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ്, മാനേജ് ആൻഡ് ഷെയർ ഇൻഫോർമേഷൻ അബൌട്ട് എ ബിൽഡ് അസറ്റ്. ഒരു ബിൽഡ് അസറ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും ബാക്കിയുള്ള ഡിസിപ്ലിൻസിലോട്ട് ഷെയർ ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഒരു ഡിജിറ്റൽ പ്രോസസ്സാണ് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് BIM-നകത്ത് നമുക്ക് കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ, ഇറ്റ്സ് എ ഡിജിറ്റൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫിസിക്കൽ ആൻഡ് ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫെസിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചറോ എന്തോ ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള പ്രൊജക്റ്റോ ആയിക്കോട്ടെ, ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഫിസിക്കൽ ആൻഡ് ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്കിൻ്റെ ഒരു ഡിജിറ്റൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, BIM വഴി ക്രിയേറ്റ് ചെയ്യുന്നത്. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ സൈസ്, അതിൻ്റെ സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ട് മനസ്സിലാക്കാനോ തൊട്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മെഷർ ചെയ്ത് മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കും. സോ അങ്ങനെ വരുന്ന ക്യാരക്ടറിസ്റ്റിക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും, അതിൻ്റെ ഒരു പെർഫോമൻസ് കാണിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു എലമെൻറ്റിൻ്റെ പെർഫോമൻസിനെ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ, അതിൻ്റെ പെർഫോമൻസ് റിക്വയർമെൻറ്റ്സ്. അതായത് ഇപ്പോൾ ഒരു എലമെൻറ്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ എലമെൻറ്റിൻ്റെ ഫയർ റെസിസ്റ്റൻസ് എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ തെർമൽ കപ്പാസിറ്റി എത്രയാണ്. സോ അങ്ങനെയുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ ഫങ്ഷണൽ ആട്രിബ്യൂട്ട്സ് നമുക്ക് തരുന്നതാണ് ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. പെർഫോമൻസ് റിക്വയർമെൻറ്റ്, അതിൻ്റെ ഓപ്പറേഷൻ നീഡ്, ആ ഫെസിലിറ്റി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഓരോ എലമെൻറ്റും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ആ ഒരു എലമെൻറ്റിൻ്റെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതിനിപ്പോൾ ഫയർ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതെത്രയാണ്, തെർമൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതെത്രയാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്ത് തരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ എലമെൻ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രൊജക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിന് അക്രോസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യത്തിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു പ്രൊജക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ആ ഒരു പ്രൊജക്റ്റിനെ വിഷൻ ചെയ്യുന്ന സമയത്തോടെ, അതായത് അതിൻ്റെ കോൺസെപ്റ്റ് ഫേസ് തൊട്ട് അതിൻ്റെ ഡെമൊലിഷൻ വരെ ഈ എൻറ്റയർ പ്രോസസ്സിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, BIM-നെ ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ കോൺസെപ്റ്റ് സ്റ്റേജിൽ നമുക്ക് യൂസ് ചെയ്യാം, അതിൻ്റെ ഡിസൈൻ സ്റ്റേജിൽ നമുക്ക് യൂസ് ചെയ്യാം, അതിൻ്റെ ബിൽഡ് സ്റ്റേജിൽ, അതിൻ്റെ ഓപ്പറേറ്റ് സ്റ്റേജിൽ, അറ്റ് ദ എൻഡ് ഡെമോളിഷൻ സ്റ്റേജ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, BIM-നെ ഒരു പ്രൊജക്റ്റിലോട്ട് നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് BIM-ൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് ആണ്. ഒരു പ്രൊജക്റ്റിൻ്റെ എൻറ്റയർ ലൈഫ് സൈക്കിളോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, BIM-ൻ്റെ ഹെൽപ്പ് എടുക്കാനായിട്ട് പറ്റും. ഇത് കണ്ടോ, നമുക്ക് പ്ലാനിങ് സ്റ്റേജ് തൊട്ട്, ഇതാണ് നമ്മുടെ 3 ഫേസ് എന്ന് പറയുന്നത്, ഡിസൈൻ, ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ്. ഓക്കെ, ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന 3 മേജർ പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഡിസൈൻ സ്റ്റേജ്, അതിൻ്റെ ബിൽഡ് സ്റ്റേജ്, പിന്നെ അതിൻ്റെ ഓപ്പറേറ്റ് സ്റ്റേജ്, അതിൻ്റെ ഓപ്പറേഷൻ, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ യൂസ് ചെയ്യുന്ന ആ ഒരു ഫേസ്. അപ്പോൾ ഈ 3 ഫേസിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിനെ അല്ലെങ്കിൽ BIM-നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പ്ലാനിങ് സ്റ്റേജിൽ, പ്രീ ഡിസൈനിൽ, സ്കീമാറ്റിക് ഡിസൈൻ, ഡിസൈൻ ഡെവലപ്മെൻറ്റ്, കൺസ്ട്രക്ഷൻ ഡോക്യുമെൻറ്റേഷൻ, ടെൻഡറിങ്, പ്രൊക്യൂർമെൻറ്റ്, ഫാബ്രിക്കേഷൻ, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, ആസ് ബിൽറ്റ് മോഡൽ, ബിൽഡിംഗ് ഓപ്പറേഷൻ മെയിൻ്റനൻസ്, അസറ്റ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, BIM-നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബിൽഡിൻ്റെ ഓപ്പറേറ്റ് സ്റ്റേജിൽ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് BIM-ൻ്റെ ഒരു ഡയമെൻഷൻ തന്നെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഓപ്പറേറ്റ് സ്റ്റേജിൽ നമ്മൾ ഈ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ആ ബിൽഡിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫംഗ്ഷനിങ് നമ്മൾ മോണിറ്റർ ചെയ്യും. മെയിൻ്റനൻസ് ഷെഡ്യൂൾസ് നമ്മൾ സെറ്റ് ചെയ്യും. വാറണ്ടി തൊട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ പീരിയോഡിക്കായിട്ട് മെയിൻ്റനൻസ് നടത്തേണ്ടപ്പോൾ മെയിൻ്റനൻസ് നടത്തും. സോ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, BIM-ൻ്റെ ഹെൽപ്പ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി മെയിനായിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു, BIM എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 3D മോഡൽ അല്ല, ഇറ്റ് മേക്സ് ഇൻ്റലിജൻറ്റ് 3D മോഡൽസ്. ഇൻ്റലിജൻറ്റ് 3D മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മോഡലിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റയും കൂടി ക്ലബ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ഷേപ്പോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മോഡലോ മാത്രമല്ല, അതിനകത്ത് ഇൻഡെപ്ത് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഡേറ്റയും കാണും, മെറ്റാ ഡേറ്റയും കാണും.
ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഒരു എലമെന്റിനെ പറ്റിയിട്ടുള്ള പ്രൈമറി ആയിട്ട് വരുന്ന, അതായത് ഒരു എലമെന്റിന്റെ മെയിൻ ആയിട്ട് അല്ലെങ്കിൽ പ്രൈമറി ആയിട്ട് വരുന്ന ഇൻഫോർമേഷൻസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡേറ്റ എന്ന് പറയുന്നത്. സോ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുവാണെങ്കിൽ നമുക്ക് വാൾ എന്ന് പറഞ്ഞൊരു എലമെന്റ് കൺസിഡർ ചെയ്യാം. സോ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിൻ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഒരു മെയിൻ ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്, ആ വാളിന്റെ ലെങ്ത് എത്രയാണ്, ആ വാളിന്റെ തിക്നെസ് എത്രയാണ്, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അതിന്റെ വിഡ്ത്ത് എത്രയാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്താന്ന് പറയുന്നത് മെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് എൻ എലമെന്റ് എന്ന് പറയുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡേറ്റ എന്ന് പറയുന്നത്. സോ ഇന്റലിജന്റ് 3D മോഡൽസ് എന്ന് പറഞ്ഞാൽ ഈ മോഡൽസിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലുള്ള ഡേറ്റയും കൂടി കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് വാൾ വരച്ചിട്ട് ഒരു ബിൽഡിങ്ങിന്റെ മോഡലല്ല, ആ വാളിന് എത്ര ലെങ്ത് ഉണ്ട്, ആ വാളിന്റെ തിക്നെസ് എത്രയാണ്, എന്ത് തരത്തിലുള്ള മെറ്റീരിയലാണ് ആ വാളിൽ യൂസ് ചെയ്തേക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഡേറ്റാസ് കിട്ടും. അതുപോലെ മെറ്റാ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റാസ് എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് മെറ്റാ ഡേറ്റ കാണിക്കുന്നത്. അതായത് മെറ്റാ ഡേറ്റ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു വാളിന്റെ തന്നെ മെറ്റാ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് വാളാണ്, സ്ട്രക്ചറിലാണോ ആർക്കിടെക്ചറാണോ, അതിന്റെ ഐഡിയ എന്താണ്, അത് എന്നാണ് ക്രിയേറ്റ് ആയത്. സോ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. സോ ഇതിനെയാണ് മെറ്റാ ഡേറ്റ എന്ന് പറയുന്നത്. സോ നമ്മൾ ബിമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന 3D മോഡൽസിനകത്ത് എന്തൊക്കെ കാണും, ഡേറ്റയും കാണും, മെറ്റാ ഡേറ്റയും കാണും. ഓക്കെ, ഡേറ്റ എന്ന് പറഞ്ഞാൽ മെയിൻ ഇൻഫോർമേഷൻസും, മെറ്റാ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഈ ഡേറ്റ എങ്ങനെയാണ് അറേഞ്ച് ആവുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ കാറ്റഗറീസ് എന്താണ്. സോ അങ്ങനെയുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള സെക്കൻഡറി ഇൻഫോർമേഷൻ ആണ് മെറ്റാ ഡേറ്റ എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിമ്മിലെ 3D മോഡൽസിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലബ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് അടുത്ത് പറയാൻ പറ്റുന്ന ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത് എന്താണ്, കൊളാബറേറ്റീവ് പ്ലാറ്റ്ഫോമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്കിപ്പോൾ ഒരു പ്രൊജക്റ്റിനകത്ത് ഇപ്പോൾ ആർക്കിടെക്ചർ വർക്ക് വരും, സ്ട്രക്ചറൽ വർക്ക് വരും, അതുപോലെ തന്നെ MEP വർക്കുകൾ വരാം അല്ലേ. അപ്പോൾ ഇത് മൂന്നും ചെയ്യുന്നത് 3 ഡിപ്പാർട്ട്മെൻറ്റാണ്. ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ആർക്കിടെക്ചർ മോഡലോ കാര്യങ്ങളോ പ്രിപ്പയർ ചെയ്യും, സ്ട്രക്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രക്ചറൽ ഫ്രെയിമിങ്ങിൻ്റെ മോഡൽസും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യും, MEP സൈഡ് വരുമ്പോൾ അവർ MEPയുടെ ഡിസൈൻസും കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഈ ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസിൽ നിന്ന് വരുന്ന മോഡൽസിനെ നമുക്ക് എന്ത് ചെയ്യണം, ലിങ്ക് ചെയ്യണം. അതായത് ഒറ്റ സോഴ്സ് ആക്കി മാറ്റണം, അല്ലെങ്കിൽ ഒരു മോഡലായിട്ട് ലിങ്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബിമ്മിൻ്റെ ഹെൽപ്പ് എടുക്കാനായിട്ട് പറ്റും. ബിമ്മിൻ്റെ അണ്ടറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസിനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മോഡൽസിനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാം, നമുക്ക് ലിങ്ക് ചെയ്യാം. അപ്പോൾ ലിങ്ക് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും, ഇത് പ്രോപ്പറായിട്ട് വർക്ക് ആവോ, അല്ലെങ്കിൽ ഇപ്പോൾ ആർക്കിടെക്ചറും സ്ട്രക്ചറും തമ്മിൽ എന്തെങ്കിലും ക്ലാഷ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ സ്ട്രക്ചറും MEPയും തമ്മിൽ ക്ലാഷ് വരുന്നുണ്ടോ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരേ സെൻട്രലൈസ്ഡ് മോഡലിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈക്ക് ഡിപ്പാർട്ട്മെൻറ്റ്സിന് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു സെൻട്രലൈസ്ഡ് മോഡൽ കാണും, ആ മോഡലിലായിരിക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും അവരുടെ വർക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള വർക്ക് ഷെയറിംഗ് നമുക്ക് ബിമ്മ് വഴി പോസിബിൾ ആണ്. സോ വർക്ക് ഷെയറിംഗ് ആൻഡ് കൊളാബറേഷൻ എന്ന് പറയുന്നത് ബിമ്മിൻ്റെ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് വരുന്നത്. പിന്നെന്താ, ഡേറ്റ സെൻട്രിക് അപ്രോച്ചാണ്. നമ്മളിത് ഓൾറെഡി പല രീതിയിൽ ഇത് പറഞ്ഞു കഴിഞ്ഞു. ജസ്റ്റ് മോഡൽ മാത്രമല്ല, നമുക്ക് വേണ്ട ഡേറ്റകളെല്ലാം എന്ത് ചെയ്യാം, ഇതിനകത്ത് ഫീഡ് ചെയ്യാം. നമുക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻസ് ഇതിൽ കൊടുക്കണോ അതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മോഡൽസിൻ്റെ കൂടെ നമുക്ക് ക്ലബ്ബ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ ആദ്യം നോക്കിയ 3 എന്ന് പറയുന്നത് ഇന്റലിജന്റ് 3D മോഡൽസ്, കൊളാബറേറ്റീവ് പ്രോസസ്, അതുപോലെ തന്നെ ഡേറ്റ സെൻട്രിക് അപ്രോച്ച്. ഇന്റലിജന്റ് 3D മോഡൽസ് എന്ന് പറയുമ്പോൾ മോഡൽസിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റാസ് കൂടെ ക്ലബ് ചെയ്യാൻ പറ്റും. കൊളാബറേറ്റീവ് പ്രോസസ് എന്ന് പറയുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള അല്ലെങ്കിൽ പല മോഡൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിങ്ക് ചെയ്യാൻ പറ്റും. ആർക്കിടെക്ചർ, സ്ട്രക്ചറൽ, MEP ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലബ് ചെയ്ത് ഒരു കൊളാബറേറ്റീവ് വർക്കിംഗ് പ്രോസസ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ്, വർക്ക് ഷെയറിംഗ് പോസിബിൾ ആണ്. ഒരു സെൻട്രലൈസ്ഡ് മോഡൽ വെച്ചിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിന് എന്ത് ചെയ്യാം, ആ സെൻട്രലൈസ്ഡ് മോഡലിലോട്ട് വർക്കിനെ അപ്ഡേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൊളാബറേറ്റീവ് പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ നമുക്ക് ബിമ്മിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഡേറ്റ സെൻട്രിക് അപ്രോച്ചാണ്. അതായത് 3D മോഡലിങ്ങിന് മാത്രമല്ല ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, 3D മോഡലിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടോ അതുപോലെ തന്നെ അതിൽ എന്തൊക്കെ തരത്തിലുള്ള ഇൻഫോർമേഷൻസ് അറ്റാച്ച് ആവണം എന്നുള്ളതിലും നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോക്കസ് നമുക്ക് ബിമ്മിനകത്ത് നെസസറി ആണ്. മോഡലിംഗ് മാത്രമല്ല, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ആ മോഡൽസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും. അടുത്ത പ്രോസസ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ലൈഫ് സൈക്കിൾ ബേസ്ഡ് ആണെന്നുള്ളത്. അതായത് ഒരു ഫെസിലിറ്റിയുടെ എൻറ്റയർ ലൈഫ് സ്പാനിൽ, അതായത് അത് തുടങ്ങുന്നത് തൊട്ട് തീരുന്ന വരെയുള്ള എല്ലാ ഓപ്പറേഷൻസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിമ്മിൻ്റെ സഹായം എടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ബിമ്മിനെ ഒരു പ്രൊജക്റ്റിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ പ്രോസസ്സിനകത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിമ്മ് ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇന്റർഓപ്പറബിലിറ്റി, അതായത് ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് മറ്റൊരു സോഫ്റ്റ്വെയറിലോട്ടുള്ള ഡേറ്റ ഷെയറിംഗ്. ഓക്കെ, അതായത് നമ്മൾ ബിമ്മിൻ്റെ വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നതാണ് ഇന്റർഓപ്പറബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന വർക്കിന് എനിക്ക് എന്ത് ചെയ്യണം, മറ്റൊരു സോഫ്റ്റ്വെയറിൽ കൊണ്ടുപോകണം. ഫോർ എക്സാമ്പിൾ, ഞാൻ AutoCAD ഒരു പ്ലാൻ വരച്ചു, ഒരു 2D പ്ലാൻ ഞാൻ AutoCAD വരച്ചു. ഓക്കെ, അതിനെ എനിക്ക് എന്ത് ചെയ്യണം, Revitലോട്ട് ഇമ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ Revitലോട്ട് കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ആ ഒരു AutoCAD പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ഒരു 3D മോഡൽ ജനറേറ്റ് ചെയ്യാം.
അപ്പോൾ ഓട്ടോ ക്യാഡിൽ നിന്ന് റെവിറ്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡേറ്റ ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓട്ടോ ക്യാഡിൽ വരച്ചെടുത്ത ഒരു ഫയലിനെ ഡയറക്റ്റായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റെവിറ്റിനകത്തോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡേറ്റ ഷെയർ ആയി. അതുപോലെ റെവിറ്റിനകത്ത് വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു 3D മോഡലിനെ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു പ്ലാനിനെ എനിക്ക് ഓട്ടോ ക്യാഡ് ഡ്രോയിങ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അതായത് റെവിറ്റിനകത്ത് ഞാൻ ചെയ്തൊരു 3D വർക്കിനെ അതിൻ്റെ ഒരു പ്ലാൻ വ്യൂവിനെ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഓട്ടോ ക്യാഡ് ഡ്രോയിങ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. 3Dയിൽ ചെയ്തൊരു വർക്കിനെ എനിക്ക് ഓട്ടോ ക്യാഡിനകത്തോട്ടും കൊണ്ടുവരാം. സോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫ്ലോ നടക്കുന്നുണ്ട്. ഓട്ടോ ക്യാഡിൽ നിന്ന് റെവിറ്റിലോട്ടും എനിക്ക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തിരിച്ച് നമുക്ക് റെവിറ്റിൽ നിന്നും ഓട്ടോ ക്യാഡിലോട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഒരു ബൈ ഡയറക്ഷണലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഫ്റ്റ്വെയറിന് അക്രോസ് നമുക്ക് ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ ഇന്റർഓപ്പറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ 5 ആണ് നമ്മുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വരുന്നത്. ഇന്റലിജന്റ് 3D മോഡൽസ്, കൊളാബറേറ്റീവ് പ്ലാറ്റ്ഫോം, ഡേറ്റാ സെൻട്രിക് അപ്രോച്ച്, ലൈഫ് സൈക്കിൾ ബേസ്ഡ്, അതുപോലെ തന്നെ ഇന്റർഓപ്പറബിലിറ്റി. ഇനി അടുത്ത് നമുക്ക് ട്രഡീഷണൽ ആയിട്ട് വരുന്ന ക്യാഡും അതുപോലെ തന്നെ ബിമ്മും തമ്മിലുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് നോക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഓട്ടോ ക്യാഡ് ഫസ്റ്റ് ആയിട്ട് ഓട്ടോഡെസ്ക് എന്ന് പറഞ്ഞ കമ്പനി ലോഞ്ച് ചെയ്യുന്നത് 1980s. സോ അതിനു മുന്നേയും ഡിജിറ്റലൈസ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 1975 അതേക്കണക്ക് 1950s പല തരത്തിലുള്ള ഇന്നോവേഷൻസ് വന്നിട്ടുണ്ട്. അതായത് കാലാകാലങ്ങളിൽ ഓരോരോ ഇന്നോവേഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബിൽഡിംഗ് ഡിസ്ക്രിപ്ഷൻ സിസ്റ്റം BDS എന്ന് പറഞ്ഞിട്ടൊരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോണ്ടോ എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഡിജിറ്റൽ വർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രോണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ന്യൂമറിക്കലിനെ ഒരു മെഷീൻ റീഡബിൾ ആക്കി മാറ്റുന്ന തരത്തിലുള്ള പ്രോസസ്സൊക്കെയാണ്. സോ അങ്ങനെ വരുന്ന ഒരുപാട് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, കാലാകാലങ്ങളിൽ നടന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു മെയിൻ ട്രാൻസ്ഫോർമേഷൻ വന്നത് 1980s ഓട്ടോ ക്യാഡിൻ്റെ ഡെവലപ്മെൻറ്റോട് കൂടിയായിരുന്നു, അല്ലേ? അതുവരെ കൂടുതൽ ആൾക്കാരും മാനുവൽ ഡ്രാഫ്റ്റിംഗ്, അല്ലേ, നമ്മുടെ എഞ്ചിനീയേഴ്സ് നോർമലി ചെയ്തുകൊണ്ടിരുന്നത് മാനുവലായിട്ട് പേപ്പർ ഡ്രാഫ്റ്റിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സോ അങ്ങനെ പേപ്പർ ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ ഉള്ള ലിമിറ്റേഷൻസ് എന്താ, ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. ഓക്കെ, ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. അത് വരച്ചെടുക്കുക എന്നുള്ളത് ടൈം കൺസ്യൂമിംഗ് ആണ്. ഡ്യൂപ്ലിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും എറർ അല്ലെങ്കിൽ തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് അധികം ടൈം എടുക്കും. പിന്നെ അതുപോലെ മൈന്യൂട്ട് എറേഴ്സിനുള്ള ചാൻസ് ഉണ്ട്. മനുഷ്യന്മാരാണ് വരയ്ക്കുന്നത്, അല്ലേ? അപ്പോൾ ഹ്യൂമൻ എറർ, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റൽ എറർ ഒക്കെ ഒക്കർ ചെയ്യാനുള്ള ചാൻസസ് വളരെ അധികമായിരുന്നു. സോ അങ്ങനെ ഇരിക്കുകയാണ് ലേറ്റ് 1990s to 2000s ഒബ്ജക്ട് ബേസ്ഡ് മോഡലിംഗ് അല്ലെങ്കിൽ പാരാമെട്രിക് മോഡലിംഗ് എന്നൊക്കെ പറയുന്ന രീതിയിൽ മോഡലിംഗ് പ്രോസസ്സുകൾ വന്നു തുടങ്ങിയത്. അപ്പോൾ കുറച്ചും കൂടെ കൺട്രോൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിജിറ്റലി തന്നെ ചെയ്യാൻ പറ്റും. ജസ്റ്റ് 2D ഡ്രോയിങ്സ് അല്ലാണ്ട് നമുക്ക് ആ ഒബ്ജക്റ്റ് ഡെവലപ്പായി വരുമ്പോൾ അതിൻ്റെ 3D ഷേപ്പ് എങ്ങനെയായിരിക്കും, അതിൻ്റെ എലിവേഷൻ വ്യൂസ് എങ്ങനെയായിരിക്കും. സോ ഇങ്ങനെയുള്ള രീതിയിൽ കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റി, മോഡലിങ്ങിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് വരാൻ തുടങ്ങി. സോ അങ്ങനെ ലേറ്റ് 1990s to early 2000s ഒബ്ജക്ട് ബേസ്ഡ് മോഡലിംഗ് എന്ത് ചെയ്തു, കുറച്ച് പ്രോമിനൻസ് വന്നു. ഈ ഒബ്ജക്ട് ബേസ്ഡ് മോഡലിംഗ് ആണ് ബിമ്മിൻ്റെ ഒരു ഫൗണ്ടേഷൻ. ഓക്കെ, ഈ ഒരു ഒബ്ജക്ട് ബേസ്ഡ് മോഡലിംഗിൽ നിന്നാണ് നമുക്ക് എന്ത് വന്നത്, ബിമ്മിൻ്റെ ഡെവലപ്മെന്റ് തുടങ്ങിയത്. സോ എവല്യൂഷൻ ടൈം ലൈൻ എന്ന് പറഞ്ഞത് ഈ ഒരു രീതിയിലാണ് പോകുന്നത്. 1980s ക്യാഡ് എന്ത് ചെയ്തു, മാനുവൽ ഡ്രാഫ്റ്റിങ്ങിനെ റീപ്ലേസ് ചെയ്തു. ഓക്കെ, 1990s 3D CAD അതായത് ഒബ്ജക്ട് ബേസ്ഡ് മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തു. 2000 to 2010 റേഞ്ചിൽ ബിം കുറച്ചധികം എന്തായി തുടങ്ങി, അഡോപ്റ്റ് ചെയ്ത് തുടങ്ങി. അതായത് ഒബ്ജക്ട് ബേസ്ഡ് 3D മോഡലിംഗ് കുറച്ചും കൂടി ഡെവലപ്പായി ബിം പോലുള്ള കാര്യങ്ങളിലോട്ട് എന്ത് ചെയ്ത് അത് പ്രോഗ്രസ് ആയി വന്നു. 2010s ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്തു, ബിം ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയി. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഒരുപാട് പോപ്പുലാരിറ്റി ഇതിന് കിട്ടി. അതായത് ബിം കൊണ്ട് ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. ബിം കൊണ്ട് നമുക്ക് എൻ്റെ പ്രോസസ്സിനെ നമ്മൾ ഫീൽഡിൽ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതായത് പ്ലാൻ വരയ്ക്കാം, ആ പ്ലാൻ കൊണ്ട് നമുക്ക് 3D മോഡൽ ജനറേറ്റ് ചെയ്യാം, അതിന് നമുക്ക് അനാലിസിസിന് കൊടുക്കാം, പ്രൊജക്ട് മാനേജ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുള്ള പല അഡ്വാൻറ്റേജസ് അവർക്ക് മനസ്സിലായപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഇൻഡസ്ട്രിയിൽ ഇത് വൈഡ് നോൺ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഒരുപാട് പോപ്പുലാരിറ്റി ഇതിന് ഗെയിൻ ആയി. ഇപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരുപാട് കൺട്രീസിൽ സ്ട്രോങ് ആയിട്ടുള്ള ബിം മാൻഡേറ്റ്സ് ഉണ്ട്. സോ അങ്ങനെ 2010 ശേഷം ബിം എന്തായി, ഒരു വൈഡ്ലി നോൺ ഒരു ഫിനോമിനൻ ആയിട്ട് തന്നെ മാറി എന്ന് പറയാം നമുക്ക്. അതായത് ഒരുപാട് കമ്പനീസിന് ഇതിനെ റീച്ച് വന്നു, അല്ലെങ്കിൽ ഒരുപാട് കൺട്രീസിലോട്ട് ഇത് അഡാപ്റ്റ് ആയി. ഒരുപാട് ഗവൺമെൻറ്റൽ വർക്കുകൾക്ക് ബിമ്മിനെ അവർ ഒരു ബേസ് ആയിട്ട് സെറ്റ് ചെയ്ത് തുടങ്ങി. സോ അങ്ങനെ ബിം ഒരു വൈഡ് നോൺ ഒരു ഫിനോമിനൻ ആയിട്ട് തന്നെ ട്രാൻസ്ഫോം ആയി. 2020 അതായത് ഇപ്പോഴും നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ക്ലൗഡിൽ നമുക്ക് കൊളാബറേറ്റ് ചെയ്യുന്ന വർക്കുകളാണ്. ഇപ്പോൾ AI എനേബിൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ AIയുടെ യൂസ് എടുക്കുന്നുണ്ട്.
ക്ലൗഡ് പ്ലാറ്റ്ഫോംസ്, ACC പോലുള്ള ക്ലൗഡ് പ്ലാറ്റ്ഫോംസ് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എൻറ്റയർലി ഡിജിറ്റൽ ട്വിൻസിൻ്റെ പ്രിപ്പറേഷൻ, അതായത് എങ്ങനെയാണോ നമ്മളൊരു റിയൽ ലൈഫിൽ ഒരു ബിൽഡിംഗ് കാണുന്നത് അതിൻ്റെ എക്സാക്ട് റെപ്ലിക്ക നമ്മൾ എന്ത് ചെയ്യും, ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ പെർഫോമൻസ് നമ്മൾ മോണിറ്റർ ചെയ്യും. സോ അതിനാണ് ഡിജിറ്റൽ ട്വിൻ എന്നൊക്കെ പറയുന്നത്. സോ അങ്ങനെയുള്ള പ്രോസസ്സിലോട്ട് ഇപ്പോൾ നമ്മൾ അഡാപ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സ് ഇപ്പോൾ എല്ലാവരും അണ്ടർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമ്പനീസ് എല്ലാം ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ നോക്കുന്നുമുണ്ട്. ഓക്കെ, നമുക്ക് BIM പറയുമ്പോഴത്തേക്കും അതിനകത്ത് പല ഡയമെൻഷൻസ് ഉണ്ട്. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓട്ടോകാഡിൽ നമ്മൾ 2D ചെയ്തിട്ട് റെവിറ്റിൽ 3D കൊണ്ടുപോകും എന്നാണ് ഞാനത് ഡിഫൈൻ ചെയ്തതാണ്. ഇപ്പോൾ 2D 3D തുടങ്ങിയിട്ട് നമുക്ക് പല പല ഡയമെൻഷൻസ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ 2D എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ട്രഡീഷണൽ 2 ഡയമെൻഷണൽ ഡ്രോയിങ് ആണ് അല്ലേ, നമ്മൾ ഓട്ടോകാഡ് കൊണ്ട് വരയ്ക്കുന്ന നോർമൽ ആയിട്ടുള്ള ഒരു പ്ലാൻ അല്ലെങ്കിൽ എലിവേഷൻ സെക്ഷൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നോർമൽ 2D ഡ്രോയിങ്സ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, 2D ഡയമെൻഷനകത്ത് വരുന്നത്. ട്രഡീഷണൽ 2 ഡയമെൻഷണൽ ഡ്രോയിങ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. 3D മോഡൽസ് എന്ന് പറയുമ്പോൾ എന്തുവാ, നമ്മൾ ഈ 2Dയെ നമ്മൾ ഏതെങ്കിലും ഒരു 3D മോഡലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, മോഡലിംഗ് ചെയ്യും. അതായത് ഓരോ ഒബ്ജക്റ്റിനും അതിൻ്റേതായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ട് 3D മോഡൽസ് പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ വോൾ ആണെങ്കിൽ വോളിൻ്റെ മെറ്റീരിയൽ എന്താണ്, അതിൻ്റെ തിക്നെസ് എന്താണ്, അതിൻ്റെ ലെങ്ത് എന്താണ്, അതിൻ്റെ വിഡ്ത്ത് എന്താണ് തുടങ്ങിയ ഇൻഫോർമേഷൻസ് എല്ലാം ക്ലബ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള 3D മോഡൽസ് എന്ത് ചെയ്യും, ഇവിടെ പ്രിപ്പയർ ചെയ്യും. 4Dയിൽ വരുമ്പോഴത്തേക്കും എന്തുവാ, നമ്മൾ ഈ മോഡലിൻ്റെ കൂടെ ടൈമിൻ്റെ ഫാക്ടേഴ്സും കൂടി എന്ത് ചെയ്യും, ഇൻകോപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അതായത് നമുക്കൊരു മാനേജ്മെന്റ്, അതായത് പ്രൊജക്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഷെഡ്യൂളിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് 4D എന്ന് പറയുന്നത്. 3D മോഡലിന്റെ കൂടെ ഓരോ ആക്ടിവിറ്റിക്കും വേണ്ട ടൈം അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിനും വേണ്ട ടൈമും കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് കൊടുക്കും. സോ അതാണ് 4th ഡയമെൻഷനകത്ത് വരുന്നത്. ഇനി 5D എന്ന് പറഞ്ഞ 5th ഡയമെൻഷനകത്ത് വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കോസ്റ്റിന്റെ കാര്യങ്ങളാണ്. അതായത് ഈ ഒരു പ്രൊജക്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഓരോ വർക്കിനും എത്രത്തോളം എമൗണ്ട് ആവും, അങ്ങനെയുള്ള കോസ്റ്റിന്റെ കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഇതിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യും. അങ്ങനെ കോസ്റ്റ് ഡയമെൻഷനാണ് 5D എന്ന് പറയുന്നത്. സോ 2D എന്ന് പറയുമ്പോൾ 2 ഡയമെൻഷണൽ ഡ്രോയിങ്സ്, 3D എന്ന് പറയുമ്പോൾ ഇന്റലിജന്റ് 3D മോഡൽസ്, 4D എന്ന് പറയുമ്പോൾ മോഡൽസിന്റെ കൂടെ നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യുന്നു, ടൈമും കൂടി ആഡ് ചെയ്യുന്നു. 5D എന്ന് പറയുമ്പോഴത്തേക്കും മോഡലിന്റെ കൂടെ കോസ്റ്റിന്റെ ഫീച്ചേഴ്സും കൂടി അല്ലെങ്കിൽ കോസ്റ്റിന്റെ എലമെന്റ്സും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഓക്കെ, 6D എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റി ആൻഡ് എനർജി അനാലിസിസ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബിൽഡിംഗ് സസ്റ്റൈനബിൾ പ്രാക്ടീസ് വഴിയാണോ ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ എൻവറോൺമെൻറ്റൽ ഇമ്പാക്റ്റ്, ആ ബിൽഡിങ്ങിൻ്റെ ആ ലൈഫ് സൈക്കിളിൽ അതിൻ്റെ എൻവറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്തായിരിക്കും, അതിൽ നിന്ന് എത്രത്തോളം എനർജി നമുക്ക് റിലീസ് ആവുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള എനർജി അനാലിസിസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ചെക്കിംഗ് ഒക്കെ ആയിരിക്കും നമുക്ക് 6th ഡയമെൻഷനകത്ത് വരുന്നത്. 70ക്കകത്ത് വരുന്നത് ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ്. ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ 3 ഫേസ് നോക്കിയായിരുന്നു അല്ലേ, ഡിസൈൻ, ബിൽഡ്, ഓപ്പറേറ്റ്. ഓപ്പറേറ്റ് സ്റ്റേജിലാണ് ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് വരുന്നത്. അതായത് ആ ബിൽഡിങ്ങിൻ്റെ ആ ഒരു വർക്കിംഗ് അല്ലെങ്കിൽ ആ ബിൽഡിംഗ് എങ്ങനെയാണ് ഓപ്പറേഷൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്, അതിൻ്റെ മെയിൻ്റനൻസ് ഷെഡ്യൂൾസ്, ഇപ്പോൾ എലമെൻസിൻ്റെ വാറണ്ടി ഉണ്ടെങ്കിൽ ആ വാറണ്ടി കാര്യങ്ങൾ വരെ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഫെസിലിറ്റി മാനേജ്മെൻറ്റിനകത്ത് ആഡ് ചെയ്തിട്ട് പ്രോപ്പർ മെയിൻ്റനൻസ് സൈക്കിളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഓപ്പറേഷൻ സ്റ്റേജിൽ ആ ബിൽഡിങ്ങിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ കീപ്പ് ചെയ്ത് അതിൻ്റെ പ്രോപ്പറായിട്ട് അതിൻ്റെ ഓപ്പറേഷണൽ ഫേസിനെ ക്യാരി ഔട്ട് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന ഡയമെൻഷനാണ് 7D, ഫെസിലിറ്റി മാനേജ്മെൻറ്റ്. പിന്നെ 8D എന്ന് പറയുമ്പോൾ സേഫ്റ്റി മാനേജ്മെൻറ്റ് ആണ്. BIM-ൻ്റെ അകത്തുകൂടി സേഫ്റ്റി പ്രോട്ടോകോൾസും മെഷേഴ്സും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. 9D എന്ന് പറയുന്നത് ലീൻ കൺസ്ട്രക്ഷൻ. ലീൻ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കൺസ്ട്രക്ഷൻ പ്രോസസ്സിൽ വേസ്റ്റേജ് എന്ത് ചെയ്യണം, മിനിമലൈസ് ചെയ്യണം. നമുക്ക് മാക്സിമം റിസോഴ്സ് എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് വേസ്റ്റേജ് മിനിമൽ ആയിരിക്കണം. സോ ആ ഒരു ഫേസ് ആണ് എന്തെന്ന് പറയുന്നത് 9D എന്ന് പറയുന്നത്, ലീൻ കൺസ്ട്രക്ഷൻ. 10D എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺസ്ട്രക്ഷൻ എന്നാണ്. അതായത് ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്സ്, ഓഫ് സൈറ്റ് കൺസ്ട്രക്ഷൻ ടെക്നിക്സ്, ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻ്റ് ആണ് 10Dക്കകത്ത് വരുന്നത്. സോ നമ്മൾ ഈ ഡയമെൻഷൻസ് പറയുമ്പോൾ 2D to 7D എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസും ഈ 8, 9, 10 എന്ന് പറയുന്നത് അപ്കമിങ് അല്ലെങ്കിൽ ന്യൂലി ഡെവലപ്ഡ് ഡയമെൻഷൻസും ആണ്. സോ നമുക്ക് BIM-നകത്ത് ഇത്രയും ഡയമെൻഷൻസ് ആണ് വരുന്നത്. ഓട്ടോകാഡ് ആയിരുന്നപ്പോൾ ജസ്റ്റ് 2Dയിൽ നിന്നിരുന്ന നമ്മൾ ഇപ്പോൾ ഡെവലപ്പായി എറൗണ്ട് ഒരു 10 ഡയമെൻഷൻസ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിജിറ്റലി നമുക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതായിരുന്നു അതിൻ്റെ ഒരു വെക്ടർ ഇമേജ് ഫയൽ പോലെ. നമുക്കിപ്പോൾ 3D to അല്ലെങ്കിൽ 2D to 7D എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസും 8, 9, 10 എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ ആൻഡ് അപ്കമിങ് ഡയമെൻഷൻസും ആയിട്ടാണ് വരുന്നത്. സോ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു ഡൗട്ടുകൾ കാണും അല്ലേ, ഇപ്പോൾ ഇത് പഠിച്ചിട്ട് നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ഇത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്, ഇത് ആർക്കൊക്കെ നമുക്ക് പഠിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോട്ട് പ്രോസസ് കാണും. അപ്പോൾ നമ്മളിപ്പോൾ നോർമലി ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റായി നിൽക്കുന്ന നിങ്ങൾ, ഓക്കെ, നമുക്ക് എന്തായിരിക്കും നമ്മുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തായിരിക്കും? നിങ്ങൾക്ക് പലർക്കും ഒരു ഗവൺമെൻറ്റൽ സർവീസിലോട്ട് കയറണമെന്ന് ആഗ്രഹമുള്ളവർ കാണും. അതല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിൽ തന്നെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രൈവറ്റ് ജോബ്സ് വഴി എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ നിൽക്കണമെന്ന് താല്പര്യമുള്ളവരും കാണും. അപ്പോൾ ഗവൺമെൻറ് ജോബ്സിന് പോകുന്നവർക്ക് അവരുടെ കരിയറിനെ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, അലൈൻ ചെയ്യാം. അവരുടെ എയിം അതാണ്, അല്ലെങ്കിൽ അവരുടെ ഡ്രീം അതാണെങ്കിൽ അവരതിൻ്റെ വഴിക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യുക, ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാം.
ഇപ്പം ഗവൺമെൻറ് ജോബ് അല്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ് അല്ല താല്പര്യം, നമ്മൾ ഈ പഠിച്ച ഡിഗ്രി കൊണ്ട് ഒരു ഓഫീസ് ജോബ് പ്രിഫർ ചെയ്യുന്നില്ല, നമുക്ക് സൈറ്റിൽ തന്നെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വർക്ക് എടുത്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന കുറേ പേര് നിങ്ങൾക്കിടയിൽ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്കിപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ അടുത്ത ഡയറക്റ്റ് എൻട്രി എങ്ങോട്ടാണ്? ഒരു സൈറ്റ് സൂപ്പർവൈസർ അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയർ ആയിട്ടായിരിക്കും നിങ്ങളുടെ എൻട്രി. ഓക്കെ, നമുക്ക് പണി പഠിക്കണമെങ്കിൽ അത് അത്യാവശ്യമാണ്, ഇല്ലെന്നല്ല. നമുക്ക് എങ്ങനെയാണ് നമ്മളിപ്പോൾ ക്ലാസ് റൂംസിലിരുന്ന് പഠിക്കുന്ന തിയറി പോലെയല്ല ആക്ച്വൽ ഫീൽഡിലെ വർക്ക്. അപ്പോൾ ആക്ച്വൽ ഫീൽഡ് വർക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു സൈറ്റ് എക്സ്പോഷർ ഉള്ളത് വളരെ നല്ലതാണ്. അതൊരിക്കലും ഞാൻ ഇല്ലെന്നൊന്നും പറയത്തില്ല. പക്ഷെ നമ്മൾ എങ്ങോട്ട് ഇറങ്ങിയാലും നമ്മുടെ കയ്യിൽ ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഒരു സ്കില്ലും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് മാത്രം കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കാട്ടി വളരെ വലുതായിരിക്കും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ സ്കില്ല്, ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്കില്ലും കൂടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് അത്രയും എന്തായിരിക്കും? വലുതായിരിക്കും. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആവും. ഇപ്പം ഞാനിവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ബിമ്മിൻ്റെ എന്തെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പൊസിഷൻസ് ആണ്. നിങ്ങൾക്ക് പലർക്കും പുറത്തോട്ട് പോകാനുള്ള താല്പര്യത്തിൽ നിൽക്കുന്നവർ കാണും. സോ അവിടെയൊക്കെ ഇപ്പോൾ ഇൻ ഡിമാൻഡായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ബിം എന്ന് പറയുന്നത്. പുറത്തോട്ട് മാത്രമല്ല, നമ്മുടെ കൺട്രിയിലായാലും ഇപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് അധികം കൂടി വരുന്നുണ്ട്. ഒരുപാട് കമ്പനീസ് ഇപ്പോൾ സോഫ്റ്റ്വെയർ നോളജ് ഉള്ള ആൾക്കാരെയും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതെന്ത് ചെയ്യുക? നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ വെരിഫൈ ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുക. നിങ്ങൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് ജസ്റ്റ് സൈറ്റ് എഞ്ചിനീയർ തന്നെയാണോ, അല്ലെങ്കിൽ ആ ഒരു സൈറ്റ് വർക്ക് അങ്ങനെയുള്ള രീതിയിൽ തന്നെയാണോ നിങ്ങളുടെ കരിയർ അലൈൻ ആവുന്നത്? വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ടോ? ആ ഓപ്ഷൻസ് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ പറയുന്ന ടേംസിന്, അല്ലെങ്കിൽ ഈ ബിം എന്ന് പറഞ്ഞൊരു കാര്യം ഒരാൾ ഇവിടെ ഒന്ന് പറഞ്ഞു, അപ്പോൾ അതിനെന്തെങ്കിലും റെലവൻസ് ഉണ്ടോ? ഇപ്പോൾ സെർച്ച് ചെയ്യുക, നിങ്ങളായിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു ലിങ്ക്ഡിനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പുറത്തൊക്കെ ഇതിന് മാത്രം ഇപ്പോൾ എന്തുമാത്രം ബിമ്മിൽ തന്നെ എന്തൊക്കെ ഇന്നോവേഷൻസ് വരുന്നുണ്ട്, എത്ര കമ്പനീസ് ഇപ്പോൾ ബിമ്മിന് പൊസിഷൻസിന് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? വെരിഫൈ ചെയ്യാൻ പറ്റും. സോ നമ്മളിപ്പോൾ ബിം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി പൊസിഷൻ വരുന്നത് ബിം മോഡലർ എന്നുള്ളൊരു രീതിയിലായിരിക്കും. ബിം മോഡലർ എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക് ആയിട്ട് ഒരു 2D ഡ്രോയിങ്സ് അല്ലെങ്കിൽ 3D മോഡലിംഗ്, ഈ ഒരു ആസ്പെക്റ്റിലായിരിക്കും ബിം മോഡലർ വയ്ക്കുന്നത്. എൻട്രി ലെവൽ പൊസിഷനാണ്. ഈ എൻട്രി ലെവൽ പൊസിഷന് തന്നെ നിങ്ങൾക്ക് ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ നിങ്ങൾ കയറിയാൽ പോലും 20 to 30K അടുപ്പിച്ചെങ്കിലും സാലറി വരും. നിങ്ങൾ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് കയറി കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. ഒരു 10 to 12 ആയിരിക്കും നിങ്ങൾക്ക് മാക്സിമം പോയാൽ കിട്ടുന്നത്. അവിടെ നിന്ന് ഒരു മന്ത്ലി ഒരു 10,000 ഇൻക്രീസ് വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പിന്നെ ഈ ഒരു ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്രത്തോളം എക്സ്പീരിയൻസ് ഗ്യാദർ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത സ്റ്റേജിലോട്ട് നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കൂടുതൽ സാലറി കൊണ്ട് തരും. അങ്ങനെയുള്ളൊരു ഫീൽഡാണ് ഈ ബിം എന്ന് പറയുന്നത്. സോ നമുക്ക് എൻട്രി ലെവൽ പൊസിഷനായിട്ട് വരുന്നത് ബിം മോഡലറാണ്. അതിന് നിങ്ങൾ 3D മോഡൽസ് അല്ലെങ്കിൽ 2D ഡ്രോയിങ്സ് ഒക്കെ ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. കൂടുതൽ 3D മോഡൽ വർക്കാണ് 2D ഡ്രാഫ്റ്റിങ്ങും ചെയ്യേണ്ടി വരും. ബിം ടെക്നീഷ്യൻ എന്നും പറയാറുണ്ട് ബിം മോഡൽ പൊസിഷനാണ്. ഓക്കെ, എൻട്രി ലെവൽ ജോബായിട്ടാണ് വരുന്നത്. ബിം കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ ഒരു മിഡ് ലെവൽ പൊസിഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പല ഡിസിപ്ലിൻസിൽ നിന്നുള്ള വർക്കുകൾ അല്ലെങ്കിൽ മോഡൽസിനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? കൊളാബറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലിങ്ക് ചെയ്യണം. സോ അങ്ങനെയുള്ള പ്രോസസ്സ് എല്ലാം ആരാ നോക്കി നടത്തുന്നത്? ബിം കോർഡിനേറ്ററാണ് ചെയ്യുന്നത്. എല്ലാ ഡിസിപ്ലിൻസിൽ നിന്നുള്ള മോഡൽ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ, അത് ഒരുമിച്ച് പ്രോപ്പറായിട്ട് ജോയിൻ ആയി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ലിങ്ക് ആയി പോകുന്നുണ്ടോ, ഇങ്ങനെയുള്ള കോർഡിനേഷൻ വർക്കുകളെല്ലാം നോക്കുന്നത് ബിം കോർഡിനേറ്റർ ആയിരിക്കും. ബിം സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസ്ഡ് ബിം ജോബ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇതിനകത്ത് ഓട്ടോമേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഡൈനാമോ പോലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള ഓട്ടോമേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്? ബിം സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു റോളിൽ വരുന്നത്. പിന്നെ ബിം എഞ്ചിനീയർ എന്ന് പറയുമ്പോഴത്തേക്കും 4D സിമുലേഷൻസ് ആൻഡ് അനാലിസിസ്, അപ്പോൾ നമ്മൾ എനർജി അനാലിസിസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ടൈമിൻ്റെ ഡേറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കൺസ്ട്രക്ഷൻ പ്രോസസ്സിൻ്റെ തന്നെ ആനിമേറ്റഡ് വീഡിയോ പോലെയുള്ള സിമുലേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബിം എഞ്ചിനീയറിൻ്റെ അണ്ടറിലായിരിക്കും നമുക്ക് വരുന്നത്. പിന്നെ ബിം മാനേജറാണ് നമുക്ക് ബിം ബേസ് ചെയ്ത് വരുന്ന റോൾസിൽ ഏറ്റവും ഹയർ പൊസിഷനിൽ നിൽക്കുന്നത്. അതായത് ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെയോ ടോട്ടൽ, അതായത് ആ ഒരു പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ ബിം ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ ചെയ്യുന്നത് ആരായിരിക്കും? ബിം മാനേജർ ആയിരിക്കും. BEP എന്നൊക്കെ പറഞ്ഞിട്ട് ബിം എക്സിക്യൂഷൻ പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം സെറ്റ് ചെയ്യുന്നത് ബിം മാനേജറിൻ്റെ ജോബായിരിക്കും. സോ ഈ ഒരു പുള്ളിക്കാരനാണ് ആ ഒരു ബിമ്മിൻ്റെ സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, എന്തായിരിക്കണം നമ്മുടെ ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് പ്ലാൻ ആൻഡ് സ്ട്രാറ്റജി ചെയ്യുന്നത് ആരായിരിക്കും? ബിം മാനേജർ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഒരു എൻട്രി ലെവൽ പൊസിഷനിൽ തന്നെ 20 to 30 കിട്ടുമെങ്കിൽ
അതിൻ്റെ ഹയർ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോഷൻ ചെയ്ത് വരുമ്പോൾ ബാക്കിയുള്ള റോൾസിൽ ഗ്രാജുവലി എന്താവും, അതിനെക്കാട്ടിയും ഹയർ സാലറീസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ പേഴ്സൺ എന്ത് ചെയ്യേണ്ട, ആ കൺട്രിയിൽ പ്രസൻ്റ് ആവണമെന്നുമില്ല. നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, റിമോട്ടായിട്ട് തന്നെ ഹയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് തന്നെ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതായത് നിങ്ങൾക്കൊരു ഓസ്ട്രേലിയൻ കമ്പനിയിൽ വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യാം. സോ അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് ബിമ്മിനകത്ത് വരുന്നുണ്ട്. ഒരുപാട് വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഫീൽഡാണ് കറണ്ട്. കാരണം ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് ഓൾ ഓവർ ദ വേൾഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ വലിയ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് നോർമലായിട്ട് ഒരു എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ഈ ഒരു സ്കിൽ സെറ്റും കൂടി അക്വയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ തുറക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് കുറച്ചും കൂടെ എന്തായിരിക്കും, വലുതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ, അതിനെ യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇതുപോലെ ഡയറക്റ്റായിട്ട് നമുക്ക് പുറത്ത് ഏതെങ്കിലും കമ്പനിയിലാണെങ്കിൽ അങ്ങനെ. നിങ്ങളുടെ കാലിബറിനനുസരിച്ചിട്ടാണത്. നിങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞ് എല്ലാ കമ്പനിയിലും ജോലി കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതിൻ്റെ പ്രോസസ്സ് പ്രോപ്പറായിട്ട് പഠിച്ച് നിങ്ങൾക്ക് ഇതിനോടൊരു അഫിനിറ്റി ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അഫിനിറ്റി, നിങ്ങളുടെ ആ ഒരു പാഷനെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോബ് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. കാരണം പുറത്തുള്ള കൺട്രീസ് നോക്കുന്നത് നിങ്ങളുടെ സ്കിൽ സെറ്റാണ്, നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ അല്ല, നിങ്ങളുടെ സ്കിൽ സെറ്റാണ്. നിങ്ങൾ എത്ര നന്നായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യും, നിങ്ങൾക്ക് ഇതിനകത്ത് എത്ര നോളജ് ഉണ്ട്. സോ ആ സ്കിൽ സെറ്റ് നിങ്ങൾക്ക് അവർക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പുറത്തെ കമ്പനീസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഇതേപോലെ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതല്ല നിങ്ങൾക്ക് വേറെ ഇപ്പോൾ കരിയർ പാത്ത് വേറെയാണ്, ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ് സർവീസ് തന്നെയാണ്, അങ്ങനെ നിൽക്കുന്നവരാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈഡ് ഹസിൽ എന്നുള്ള രീതിയിൽ ഒരു ഫ്രീലാൻസിങ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ വർക്കുകൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഓട്ടോക്കാഡ് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ലേ, നമുക്ക് 2D ഡ്രാഫ്റ്റിംഗ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലേ ഫ്രീലാൻസ് ആയിട്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള സ്കിൽ സെറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീലാൻസ് ആയിട്ട് വർക്കുകൾ ചെയ്യാം. സോ അങ്ങനെയും നിങ്ങൾക്ക് ഒരു എന്താ പറയണ്ടേ, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ അലൈൻ ചെയ്യാം. ഒന്നുകിൽ ഡയറക്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ ഫ്രീലാൻസിങ്ങോ, അത് നിങ്ങളുടെ പ്രിഫറൻസ് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, അതിനനുസരിച്ച് നിങ്ങൾക്കിതിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇന്നത്തെ സെഷൻ കൊണ്ട് ഞാൻ ഇത്രയാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഈ ഒരു BIM എന്താണ്, ഇങ്ങനെ ഒരു പരിപാടി അവിടെ ഉണ്ട്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻസ് ലിമിറ്റഡ് അല്ല, നമുക്ക് കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതായിരുന്നു. ഇത് ഒരുപാട് പേര് ഇത് കേട്ട് കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേർ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ മേ ബി ഈ ടേംസ് എന്ത് ചെയ്യും, ഈ BIM പോലുള്ള ടേമുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴോ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഡുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതിനെപ്പറ്റി ഒരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ നിങ്ങൾ പലർക്കും കാണണമെന്നില്ല. ആ ഐഡിയ തരണമെന്നാണ് ഉദ്ദേശിച്ചത്. BIM എന്താണ്, അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്. സോ ഈ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ സെഷൻ. അത് നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെ അലൈൻ ചെയ്ത് നമുക്ക് പഠിക്കാം. നമുക്ക് ഫർദർ സെഷൻസ് വരും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.